പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും എല്ലാം ഒഴിവാക്കിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതെന്ന് വിശദീകരിച്ചിരുന്നു കേന്ദ്ര സർക്കാർ. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഇന്ത്യൻ ഓപ്പറേഷനെതിരെ സൈനികമായി തിരിച്ചടിക്കാൻ നോക്കുകയായിരുന്നു പാകിസ്ഥാൻ. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളെല്ലാം ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ നിരവധി മിസൈലുകളും ഷെല്ലുകളും ഡ്രോണുകളും എത്തി. സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടു. എന്നാൽ ഒരു ആക്രമണ നീക്കവും ഫലം കണ്ടില്ലെന്നാണ് സൈന്യവും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. തുർക്കിയുടെയും ചൈനയുടെയും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണ നീക്കങ്ങളെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു കളഞ്ഞെന്ന് ഔദ്യോഗിക വിശദീകരണം വന്നു കഴിഞ്ഞു. അതിർത്തിയിൽ സംഘർഷം മൂർച്ഛിക്കുമ്പോൾ പാക് ഭീഷണികളെ സൈന്യം വളരെ സംയമനത്തോടെ ബുദ്ധിപൂർവ്വം നേരിടുമ്പോൾ യുദ്ധം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒളിഞ്ഞിരിക്കുന്ന സൈബർ വാർ പോരാളികൾ. വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും ആശങ്കയും സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ വ്യാജ വാർത്തകളെ ഇന്ത്യക്കെതിരായ ആയുധമാക്കി പാകിസ്ഥാനിലും വലിയ ആഘോഷം നടക്കുന്നുണ്ട്. സൈബർ ലോകത്ത് വ്യാജ വാർത്തകളുടെ പ്രളയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. സംഘർഷത്തിന്റെ തുടക്കത്തിൽ പാക് പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ച അത്തരം വ്യാജങ്ങളെ ഫാക്ട് ചെക്ക് ചെയ്ത് പൊളിച്ചടുക്കി താരമായിരുന്നു ആൾട്ട് ന്യൂസിന്റെ മുഹമ്മദ് സുബൈർ. ഇപ്പോഴത്തെ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ PIBയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ വ്യാജ പ്രചാരണങ്ങളെ പൊളിച്ചെടുക്കാൻ നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. ഹിമാലയൻ മലനിരകളിൽ 3 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണെന്നൊരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പാക് അനുകൂല പ്രൊഫൈലുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ MiG-27 യുദ്ധവിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി തകർന്നതെന്നാണ് ഇവരുടെ വാദം. 4 തദ്ദേശീയ സർക്കാർ വൃത്തങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയതാണ് വിവരമെന്നും അവകാശവാദമുണ്ടായിരുന്നു. MiG വിമാനം തകർന്നു കിടക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചായിരുന്നു ഇവരുടെ പ്രചാരണം. എന്നാൽ 2016 ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പുതിയ സംഘർഷത്തിൽ സംഭവിച്ചതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നതെന്നാണ് PIB വിശദീകരിച്ചിരിക്കുന്നത്. 2016 ജൂൺ 13 രാജസ്ഥാനിലെ ജോധ്പൂരിലായിരുന്നു അപകടം നടന്നത്. ഇവിടെ മഹാവൂർ നഗറിലെ ജനവാസ മേഖലയിൽ MiG-27 തകർന്നു വീഴുകയായിരുന്നു. പതിവ് പരിശീലന പറക്കലിനിടെ സാങ്കേതിക തകരാറിന് പിന്നാലെയായിരുന്നു അപകടമെന്ന് അന്നത്തെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പറയുന്നുമുണ്ട്. സാങ്കേതിക തകരാർ സംഭവിച്ചത് പൈലറ്റ് വ്യോമസേനാ കേന്ദ്രത്തിൽ അലേർട്ട് ചെയ്തിരുന്നു. അടിയന്തരമായി വിമാനം താഴെയിറക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഒരു വീടിന് മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. സംഭവത്തിൽ പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ പ്രദേശത്തുണ്ടായിരുന്ന ഏതാനും പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടെത്തി. സുരക്ഷിതനായി നിലത്തിറങ്ങിയ പൈലറ്റിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകുന്ന നാട്ടുകാരുടെ ദൃശ്യങ്ങളും അന്ന് വൈറലായിരുന്നു. ഇന്ത്യയിലെ പവർ ഗ്രിഡുകൾക്ക് നേരെ പാകിസ്ഥാൻ വൻ സൈബർ ആക്രമണം നടത്തിയതായും സോഷ്യൽ മീഡിയ പ്രചാരണമുണ്ടായിരുന്നു. സംഭവത്തിൽ രാജ്യത്തെ 70% വൈദ്യുതി വിതരണ ശൃംഖലകളും പ്രവർത്തനരഹിതമാക്കിയെന്നായിരുന്നു അവകാശവാദം. പാകിസ്ഥാൻ സൈന്യം അറിയിച്ച വിവരമാണെന്ന് പറഞ്ഞായിരുന്നു ഈ പ്രചാരണം. എന്നാൽ ആ വാർത്ത പൂർണ്ണമായും വ്യാജമാണെന്ന് PIB വ്യക്തമാക്കുന്നു. അങ്ങനെ ഒരു സൈബർ ആക്രമണം തന്നെ നടന്നിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. സിഖ് ആചാര്യനായ ഗുരുനാനാക്കിന്റെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന പാകിസ്ഥാനിലെ നങ്കാന സാഹിബ് ഗുരുദ്വാരയിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്നായിരുന്നു മറ്റൊരു പ്രചാരണം. ഈ വാർത്ത തീർത്തും വ്യാജമാണെന്ന് മാത്രമല്ല, വർഗീയ വിദ്വേഷം പടർത്താൻ വേണ്ടി സൃഷ്ടിച്ചതാണ് അത്തരം വീഡിയോകളെന്നും PIB പറയുന്നു. ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കരുതെന്നും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്.